ഇരിങ്ങാപ്പുഴ യുവതിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഭർത്താവ് യാസിറിന്റെ പക്കൽ നിന്ന് 2 കത്തികൾ കണ്ടെത്തി. കഴുതപ്പൊടിയിൽ അങ്ങാടിയിൽ നിന്ന് വാങ്ങിയ പുതിയ സ്റ്റീൽ കത്തിയും മറ്റൊരു ചെറിയ കത്തിയുമാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. അതേസമയം സംഭവത്തിൽ കൂടുതൽ വളണ്ടിയർ പറഞ്ഞു. ശാരീരിക മർദ്ദനത്തിലുപരി ഇക്കാര്യമാണ് വിവാഹമോചനത്തിന് തീരുമാനത്തിലേക്ക് സിബിലിയെ നയിച്ചതെന്നും ഇവർ പറഞ്ഞു. കൊല്ലപ്പെട്ട സിബിലിയോട് ഭർത്താവ് യാസീൻ ചെയ്ത കൊടും ക്രൂരതയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യാസിറിന്റെ ലഹരി ഉപയോഗം കുടുംബ വഴക്കിലേക്ക് എത്തിയതിന് പിന്നാലെ ഇരുവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു. തനിക്ക് യാസിറിനൊപ്പം ജീവിക്കണം എന്ന് പറഞ്ഞ് കണ്ണീരോടെയാണ് സിബിലി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയതെന്ന് ക്ലിനിക് വളണ്ടിയർ പറഞ്ഞു. മയക്കുമരുന്ന് ലഹരിയിൽ ക്രൂരമായ ലൈംഗിക വൈകൃതമാണ് യാസീൻ സിബിലിയോട് ചെയ്തത്. പുറത്തിറങ്ങിയ ശേഷം കാര്യങ്ങൾ തിരക്കിയ സാമൂഹ്യ പ്രവർത്തകരോട് സിബിലി സ്റ്റേഷനുകൾ വെളിപ്പെടുത്തുകയായിരുന്നു. രാവും പകലും യാസീൻ മദ്യപിച്ചെത്തി സിബിലിയെ ഉപദ്രവിക്കുമായിരുന്നു. രാത്രികാലങ്ങളിൽ ലൈംഗിക വൈകൃതമാണ് സിബിലിയെ തളർത്തിയതെന്നും ഇനി യാസിറിന്റെ കൂടെ പോകേണ്ടതെന്നും സിബിലി പറഞ്ഞെന്നും ക്ലിനിക് വളണ്ടിയർ പറഞ്ഞു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സിബിലിയുടെ മാതാപിതാക്കളായ അബ്ദുറഹ്മാൻ, ഹസീനയുടെ നേതൃത്വത്തിൽ ഇന്നലെ പോലീസ് മൊഴി രേഖപ്പെടുത്തി യാസിറിന്റെ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്.